തിരുവനന്തപുരം വെള്ളറടയിൽ രാത്രികാല പരിശോധനയ്ക്കിടെ യുവാക്കൾക്ക് നേരെ പോലീസ് അതിക്രമം. ബൈക്ക് യാത്രികരെ പോലീസ് വടികൊണ്ട് അടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. വെള്ളറട പോലീസ് സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥരാണ് അതിക്രമത്തിന് പിന്നിൽ. വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, എന്തായിരുന്നു സംഭവം? കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ സംഭവം നടന്നിരുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടി സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന 2 യുവാക്കൾക്ക് നേരെയാണ് പോലീസിന്റെ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടത്തിയത്. പോലീസ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വാഹന പരിശോധനയോ മറ്റോ ഒന്നും തന്നെ നടത്താതെ പോലീസിന്റെ സിവിൽ ഡ്രസ്സിലെ 4 പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ആ വെള്ളറട ജംഗ്ഷനിൽ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവർ കാത്തു നിൽക്കുകയാണ്. ബൈക്കിൽ വരുന്ന ബൈക്ക് യാത്രക്കാരെ വടി കൊണ്ട്, അത് അവരുടെ ലാത്തിയല്ല മറ്റൊരു വടി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യുവാക്കൾ പോലീസിന് പരാതി നൽകി. പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഭയാനകരമായ രീതിയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു അതിക്രമം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വടി കൊണ്ടടിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിലുള്ള അശ്രദ്ധയോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്പീഡ് റേസിങ്ങോ നടത്തുന്നു എന്ന് കരുതിയാൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് വസ്തുത. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നു. പോലീസ് അതിക്രമം തന്നെയാണ് അവിടെ നടക്കുന്നത്. അതും പോലീസ് ഉദ്യോഗസ്ഥർ സിവിൽ ഡ്രസ്സിലാണ് നിൽക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. ആ പോലീസ് ഉദ്യോഗസ്ഥർ, വെള്ളറട പോലീസ് സ്റ്റേഷനിലെ 4 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള അതിക്രമം കാണിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ഈ പരാതി നൽകിയ വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. യുവാക്കൾ പറയുന്നതും അത്തരത്തിൽ തന്നെയാണ്. ഈ വെള്ളറട പോലീസ് സ്റ്റേഷനിലെ 4 പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർ സിവിൽ ഡ്രസ്സിലായിരുന്നു. തങ്ങൾ കുറേ ആളുകൾ നിൽക്കുന്നതിന് സമാനമായാണ് തങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ മറ്റു പോലീസ് വാഹനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമീപ പ്രദേശത്തോ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് ഇതാരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇത് പോലീസാണ് ഇത്തരത്തിൽ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുന്നതിനിടയിൽ തങ്ങളെ മർദ്ദിച്ചത് എന്നാണ് യുവാക്കൾ പറയുന്നത്. പോലീസ് വാഹനത്തിൽ പോകുന്ന സമയത്ത് അവർക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നു. ബൈക്കിൽ അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് റോഡിൻ്റെ നടുക്കു കയറി നിന്ന്, റോഡിൻ്റെ നടുമധ്യത്തായി നിന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ബൈക്കിലെത്തിയ യുവാക്കളെ ആക്രമിക്കുന്നത്. നമുക്കറിയാം, കയ്യിലിരിക്കുന്ന വടി ഉപയോഗിച്ച് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ വടി ഉപയോഗിച്ച് അടിക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടിക്കുന്ന സമയത്ത് വലിയ അപകടം സംഭവിക്കാവുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ അടിക്കുകയാണെങ്കിൽ അത് ആ അദ്ദേഹത്തിൻ്റെ ഈ അടി കിട്ടിയ യുവാവിന് വലിയ രീതിയിൽ ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ഇപ്പോൾ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ യുവാവിനെ. പക്ഷേ നിലവിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു പോലീസിൻ്റെ ഇത്തരത്തിലുള്ള പെട്രോളിംഗ്, ഒരു നൈറ്റ് പെട്രോളിങ്ങിനെ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദൃശ്യങ്ങൾ. അത് മാത്രമല്ല വിനീഷ്, വളരെ പണ്ട് മുതൽ തന്നെ ഈ വാഹന പരിശോധനയിൽ പോലീസ് ഉദ്യോഗസ്ഥർ മര്യാദ കാണിക്കണം എന്നുള്ളത് DGP തന്നെ ഒരു സർക്കുലറായി ഇറക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ ഈ അടിച്ചു വീഴ്ത്തൽ നടപടികളിലേക്ക് ഇപ്പോഴും പോലീസ് ഇങ്ങനെ വ്യാപൃതരാകുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു പ്രാകൃതമായ നിലപാട് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് മുൻകാലങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിൽ പോലീസ് ലാത്തി ഉപയോഗിച്ച് ബൈക്ക് യാത്രികരെ എറിഞ്ഞു വീഴ്ത്തുന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ പ്രാകൃതമായ നടപടി എന്നാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ബൈക്ക് യാത്രികൻ ഒരു ഓവർ സ്പീഡായി പോയാൽ പോലും ഇത്തരത്തിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. കാരണം ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്, യാത്രികൻ വരുന്ന സമയത്ത് ആ യുവാക്കൾ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൊട്ട് റോഡിൻ്റെ നടുമധ്യത്തിലായി നിന്നുകൊണ്ട് തന്നെ ആ വാഹനത്തിൽ പോകുന്ന സമയത്ത് കയ്യിലിരിക്കുന്ന കമ്പ് ഉപയോഗിച്ച് വീശി അടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ അടിക്കുന്ന സമയത്ത് വലിയ അപകടമാണ് ഉണ്ടാകാൻ. ഇത് തലനാരിഴയ്ക്കാണ് ഈ യുവാക്കൾ രക്ഷപ്പെട്ടത് എന്നതാണ് പ്രത്യേകത. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഒരു വാഹനം ഓടുന്ന സമയത്ത് ആ വാഹനത്തിൽ
വാഹനം ഓട്ടിക്കുന്ന യാത്രക്കാരനെ അല്ലെങ്കിൽ ആ യുവാക്കളെ പോലീസ് റോഡിൻ്റെ നടുമധ്യത്തിൽ നിന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ, ആക്രമിക്കുക എന്ന് തന്നെയാണ് നമുക്കതിനെ പറയാൻ സാധിക്കുക. പോലീസിൻ്റെ അതിക്രമത്തിലുപരി പോലീസ് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ തലനാരിഴയ്ക്കാണ് യുവാക്കൾ രക്ഷപ്പെട്ടത് എന്നതാണ് നമുക്ക് ആ യുവാക്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും DGPയുടെ ഉത്തരവിനൊക്കെ തന്നെ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പുല്ലുവില കൽപ്പിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു പോലീസിന്റെ സമീപനത്തിൽ നിന്നും ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി വിനേഷ്. തിരുവനന്തപുരം വെള്ളറടയിലാണ് സംഭവം. രാത്രികാല പരിശോധനയ്ക്കിടെ യുവാക്കൾക്ക് നേരെ പോലീസിന്റെ അതിക്രമം. ബൈക്ക് യാത്രികരെ പോലീസ് വടികൊണ്ട് അടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ജനം ടിവിക്ക് ലഭിച്ചത്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.